Hello dears, welcome back to ISK Easy English. Hello dear friends. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ എന്നുള്ള വെർബിന് ശേഷം ഫോർ ആണോ ടു ആണോ ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ പിറകിലുള്ള റൂൾ എന്താ, അപ്പോൾ എന്തുപയോഗിക്കണം? അപ്ലൈ ഫോർ ഓർ അപ്ലൈ ടു. അപ്പോൾ I applied to Calicut University or I applied for Calicut University. നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ തോന്നാറുണ്ടോ? അപ്പോൾ നോക്കാം, നമ്മൾ ഈ ഒരു കാര്യം അപ്ലൈ എന്നുള്ളതിന് ശേഷം ടു ആണോ വേണ്ടത്, ഫോർ ആണോ വേണ്ടത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? അപ്പോൾ നോക്കാം, ഇതിൽ കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് നമ്മളെ ഈ വീഡിയോയോട് കൂടി അവരെ കൺഫ്യൂഷൻ എന്തായാലും മാറിക്കിട്ടും. അപ്പോൾ നോക്കൂ, അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ റൂള് പറയാം. കാരണം റൂള് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ ഇന്നതാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ പറയാം. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാം, ആ റൂളിലേക്ക് പോകാം. എന്താണ് നിയമം? അപ്പോൾ ഇതിൻ്റെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പറയുന്നത് അപ്ലൈ എന്നുള്ളതിന് ശേഷം നമ്മൾ പറയുന്നത് സ്ഥാപനത്തിൻ്റെ പേരാണെങ്കിൽ, അതായത് എങ്ങോട്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അപേക്ഷിക്കാന്നല്ലേ, നമ്മൾ അപേക്ഷിക്കുന്നത് എങ്ങോട്ടാണ്? സ്ഥാപനത്തിലേക്കാണോ? സ്ഥാപനത്തിലേക്കാണെങ്കിൽ നമ്മൾ ടു ആണ് കൊടുക്കേണ്ടത്. അതേസമയം തന്നെ സ്ഥാപനമല്ല, നമ്മളൊരു പർപ്പസ്, നമ്മളൊരു ഉദ്ദേശമാണ് പറയുന്നതെങ്കിൽ, അതായത് ഒരു ആവശ്യത്തിന് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫോർ ആണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ. ഒരു പ്രാവശ്യം കൂടി ഞാൻ ആ റൂളൊന്ന് പറയാം. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിലേക്കാണെങ്കിൽ നമ്മൾ ടു പറയണം. അതല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു പർപ്പസ്, ഒരു ഉദ്ദേശത്തിനാണ്, ഒരു ആവശ്യത്തിനാണെങ്കിൽ നമ്മൾ ഫോറും പറയണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ബാങ്കിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐ അപ്ലൈഡ് ഡാഷ്, അതിനുശേഷം വരുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. അപ്പോൾ എന്താ പറയേണ്ടത്? അപ്പൊ നമുക്കറിയാം, കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ അതൊരു ഉദ്ദേശമല്ല, അതൊരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? ഐ അപ്ലൈഡ് ടു കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തു. എന്നാൽ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഐ അപ്ലൈഡ് ഡാഷ്, ഡാഷ് കഴിഞ്ഞിട്ട് വരുന്നത് സ്കോളർഷിപ്പ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ പേരാണോ അതല്ല ഒരു പർപ്പസ് ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പസ് ആണ്, അതൊരു ആവശ്യമാണത് അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം, ഐ അപ്ലൈഡ് ഫോർ എ സ്കോളർഷിപ്പ്. ഒരു സ്കോളർഷിപ്പിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. അപ്പൊ നമ്മൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് അപ്ലൈ എന്ന് കഴിഞ്ഞിട്ട്, അതായത് ഏത് പ്രപ്പോസിഷൻ, നമ്മൾ ടു എന്നുള്ളതാണോ അതല്ല ഫോർ എന്നുള്ളതാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് സ്ഥാപനത്തിലേക്കാണോ അതല്ല ഒരു പർപ്പസ് ആണോ, ഇത്രയാകെ നോക്കണ്ടുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള റൂള്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഐ അപ്ലൈ ഡാഷ് ആൻ അക്കൗണ്ടന്റ്. നമ്മൾ എന്താ പറയാ, നമ്മൾ ജോലിക്കൊക്കെ ഉള്ള കത്ത് എഴുതാറില്ലേ? അപ്പൊ എങ്ങനെ പറയാം? ഐ അപ്ലൈ ഫോർ ആൻ അക്കൗണ്ടന്റ്. ഒരു അക്കൗണ്ടന്റിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അവിടെ പർപ്പസ് ആണ്, അതായത് നമ്മളെ ഉദ്ദേശമാണ് എന്തിന്. അതേ സമയത്ത് നമ്മൾ അപേക്ഷിക്കുന്നത് നമ്മളൊരു സ്കൂളിലേക്കാണ്. അപ്പോൾ നമ്മൾ പറയാണ് ഐ അപ്ലൈഡ് ടു സെന്റ് തോമസ് ഹൈസ്കൂൾ. ഐ അപ്ലൈഡ് ടു അല്ലെങ്കിൽ ഐ അപ്ലൈ ടു. അപ്പൊ അപ്ലൈഡ് എന്ന് അപ്ലൈ പറയുന്നു, അതൊന്നും ഇവിടെ വിഷയമല്ല. അപ്ലൈഡ് എന്നുള്ളത് രണ്ടാമത്തെ രൂപമാണ്, അപ്ലൈ എന്നുള്ളത് ഒന്നാമത്തെ രൂപമാണ്. നമ്മുടെ സൗകര്യം പോലെ. അതായത് പാസ്റ്റ് ടെൻസ് വേണമെങ്കിൽ നമുക്ക് അപ്ലൈഡ് എന്ന് ഉപയോഗിക്കാം, പ്രസന്റ് ടെൻസ് മതി എങ്കിൽ നമുക്ക് അപ്ലൈ എന്ന് ഉപയോഗിക്കാം. ജസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ, ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂള്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സ്ഥലത്തേക്കാണെങ്കിൽ, ഒരു സ്ഥാപനത്തിലേക്കാണെങ്കിൽ നമ്മൾ ടു ഉപയോഗിക്കണം. എന്നാൽ അതേസമയം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു പർപ്പസ് ആണെങ്കിൽ, അതൊരു ജോലിയാണെങ്കിൽ, അതൊരു ആവശ്യമാണെങ്കിൽ നമ്മൾ ഫോർ ഉപയോഗിക്കണം.
അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ, വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.